സതീഷ് വസന്ത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹം, അതും ലവ് ജിഹാദ് വിവാഹം നടത്താൻ ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജ്യസഭ അംഗമുണ്ടായിരുന്നു. നിതിൻ രാജിൻ്റെ വീട്ടിൽ ആരെയും കണ്ടില്ലല്ലോ. ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ടില്ല, ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും കണ്ടില്ല, ഒരു പാർട്ടി സെക്രട്ടറിയെയും കണ്ടില്ല, ഒരു ജില്ലാ സെക്രട്ടറിയെയും കണ്ടില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രി ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ ഇതേപോലൊരു വിദ്യാർത്ഥി ജീവനൊടുക്കിയോ കൊലപ്പെടുത്തിയോ അറിയില്ല, അന്വേഷിക്കണം. അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ ഇല്ലാതായിട്ട് ഇത് കേരളമാണെന്ന് പറയാൻ നിങ്ങൾക്ക് മടിയാണ്, നിങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. അതൊക്കെ സ്വാഭാവികം, അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നായിരിക്കും പറയാൻ പോകുന്നത്. പൂക്കോട് മുതൽ അവസാനിക്കുന്നില്ല. ഇവിടെ അരുൺമോഹൻ പറഞ്ഞല്ലോ, അമ്മു സജീവൻ്റേതടക്കമുള്ള കാര്യങ്ങൾ. പാർട്ടിക്കാരെ എല്ലാം സംരക്ഷിച്ച് പൊതിഞ്ഞുകെട്ടി തുടരുമെന്ന് പറയുന്നത് എന്താണ്? ഇതിനൊക്കെ മറുപടി പറയാനുള്ളത് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. നോക്കൂ വിനോദ് ആദ്യമേ ഈ ചർച്ചയിൽ തുടങ്ങിയപ്പം തന്നെ LDF ഗവൺമെൻറ് അല്ലെങ്കിൽ CPM കുറ്റം പറഞ്ഞാണ് ഈ ചടങ്ങ് തുടങ്ങും. നോക്കൂ, എവിടെ ചെന്നാലും കേരളത്തിൽ എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ജാതി മത ചിന്തകൾക്ക് അപ്പുറമായിട്ട് കേരളത്തിൻ്റെ ഒരു മത ന്യൂനപക്ഷ ഒരു കാര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് LDF എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം ഇതെന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായ ഒരു രീതിയാണ്. ഒരു കാരണവശാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നോക്കൂ, ഏതെങ്കിലും 1-2 അധ്യാപകരോ വിദ്യാർത്ഥികളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സംഭവങ്ങളെല്ലാം. ഇതൊന്നും നമുക്ക് അതൊരു പർവ്വതീകരിച്ച് പറയില്ല. കേരളത്തിൽ ഒരു കാരണവശാലും LDF CPM ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ദൗർഭാഗ്യകര കാര്യമാണ്. കാര്യം ഒരു വിദ്യാർത്ഥി വളരെ പാടുപെട്ട് അവൻ്റെ അച്ഛനും അമ്മയും അത് SC/ST വിഭാഗത്തിലുള്ള കുട്ടിയെ പഠിപ്പിച്ച് ഒരു എൻട്രൻസ് എഴുതി അതൊരു BDSൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ കഠിന പ്രയത്നമാണ്. എന്നിട്ട് അവിടെ ഒരു ജാതി അതിശയം നമുക്ക് അംഗീകരിക്കാനേ പറ്റില്ല. ഈ അധ്യാപകരോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ഈ കുട്ടിയെ അധിക്ഷേപിച്ച ഒരു അധ്യാപകരും അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല. താങ്കൾ പറഞ്ഞ പോലെ ഇപ്പം രണ്ടാമത്തെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളിവിടെ ആ വിഷയം ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇപ്പം നമ്മൾ AVPയുടെ വക്താവും അതുപോലെ തന്നെ വിനോദമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. നോക്കൂ വിനോദ്, ഒരു സംഭവം, നിങ്ങൾ അന്ന് ബഹുമാനപ്പെട്ട നമ്മളെ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും MP ആയിട്ട് അവിടെ പോയി. സപ്പോസ് ഇവർ രണ്ടുപേരുമായിട്ട് വന്ന് കേരളത്തിൽ വന്ന് ഇങ്ങനൊരു സംഭവം കല്യാണം നടന്നപ്പം ഇവിടെ ആരെങ്കിലും അതിനൊരു സപ്പോർട്ട് ചെയ്തില്ല, ഇവരെന്തെങ്കിലും കടുംകൈ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയുകയായിരുന്നു? ഈ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു SC/ST ഇങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടുണ്ട്. എന്ത് കടുംകൈ ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നില്ല. ഈ കുട്ടിക്ക് സ്നേഹിച്ചാൽ അവർക്ക് എങ്ങോട്ടും പോകാം, കേരളമല്ല മഹാരാജ്യത്ത് എവിടെയും പോകാം. കേരളത്തിലെ ഒരു ഹൈന്ദവ ദേവാലയത്തിൽ വന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുമെന്നുണ്ടോ? അതും ഈ മരണവുമായിട്ട് എങ്ങനെ നമുക്ക് വിനോദ ഒരു കാര്യം, കേരളത്തിലൊരു അഭയം പ്രാപിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ മതനിരപേക്ഷ ഒരു സംവിധാനത്തെ കൊണ്ടാണ്. ആ സംവിധാനം വേറെ ഒരു സംസ്ഥാനത്ത് പോയാൽ അവർക്ക് ഇങ്ങനൊരു സപ്പോർട്ട് കിട്ടില്ല എന്ന് അവർക്ക് അറിയാവുന്നതാണ് ഇവിടെ വന്നിട്ടുള്ളത്. താങ്കൾ മനസ്സിലാക്കണം. എന്തെങ്കിലും അന്ന് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു വേറെ ഒന്നുമില്ല. നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിലാക്കൂ. എന്തെങ്കിലും ആ കുട്ടികളെ കടുംകൈ ചെയ്തു, കടുംകൈ ചെയ്യും. 16 വയസ്സല്ലേ ഉള്ളൂ, കടുംകൈ ചെയ്യും. 16 വയസ്സേ ഉള്ളൂ, അപ്പൊ കടുംകൈ ചെയ്യും. 16-ാം വയസ്സിൽ കല്യാണം കഴിച്ചാൽ കടുംകൈ ചെയ്തില്ലെങ്കിലേ അതിശയമാണ്. ഇവിടെ കോളേജിൽ മിടുക്കനായ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ആ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിങ്ങൾ എത്ര നേതാക്കൾ പോയി, എത്ര പേരെ അവിടെ കണ്ടു? നിങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, ആരെങ്കിലും പോയോ? മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇതേപോലെ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് മുഖ്യമന്ത്രി എന്താ മറുപടി പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞോ? മുഖ്യമന്ത്രി തുടരുമെന്ന് പറയുന്നത് ഇതേപോലെ വിദ്യാർത്ഥികൾ വീണ്ടും മരിച്ചുകൊണ്ടേയിരിക്കും, അതാണോ തുടരുന്നത്? ഞാൻ ഒരു കമന്റ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കെയർടേക്കർ ഗവൺമെന്റാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പോകുമോ? അല്ലെങ്കിൽ നിങ്ങളൊന്നും പോകില്ല. ഞങ്ങൾ കണ്ടതാണല്ലോ, പൂക്കോട് സമാനമായ നിലയിൽ സിദ്ധാർത്ഥ് മരിച്ചിട്ട് ആ അമ്മ ആ വീട്ടിലുണ്ട്. അമ്മ ഈ പറഞ്ഞ നിതിൻ രാജിന്റെ വീട്ടിലുണ്ട്. അവർക്ക് വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നിങ്ങൾ 100% കറക്റ്റാണ്. ഞാനിത് നിങ്ങൾക്ക് വാദത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ള ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കുന്ന ഒരു പൂർണ്ണത LDFനോ CPMനോ ഇല്ല. അത് ഒരിക്കലും പാടില്ലെന്നേ. നോക്കൂ, ഇത് നവോത്ഥാന കേരളമാണ്.
കേരളത്തിലെ ദയവ് ചെയ്ത് അല്ല, ഈ നവോത്ഥാന കുട്ടികൾക്ക് കേരളം എന്ന് അല്ല, ഞാൻ പറയരുത്. പറയും. അല്ല, ഞങ്ങൾ ഇത് കേട്ട് മടുത്തു. നവോത്ഥാന കേരളം ഇതാണെന്ന് പുറത്ത് പറയാൻ കൊള്ളില്ല. അല്ല, 16 വയസ്സുള്ള പെൺകുട്ടിയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും എംപിയും ചേർന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അല്ല, അതാണ് നവോത്ഥാന കേരളം. അല്ല, ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഡെന്റൽ കോളേജിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥി മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അതാണ് നവോത്ഥാന കേരളം. അല്ല, ഞാൻ ഒരു ഞങ്ങൾ ഇത് കാര്യം അംഗീകരിക്കില്ല. അത് ഇത് അംഗീകരിക്കുന്നത്. നവോത്ഥാന കേരളമല്ല. ഈ രണ്ട് സ്വാമി കാര്യം കൂടി- വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയമാണിത്. ഇത് പക്ക ഭ്രാന്താലയമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഡോക്ടർ അരുൺ ബി നായർ, നമ്മൾ പറഞ്ഞു വന്നത് ഈ നിലയിൽ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പല നിലയിലുള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ ഏത് നിലയിലാണ് ഇവരുടെ മാനസികാവസ്ഥ മാറാനുള്ള വ്യവസ്ഥിതി നമുക്ക്, അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിലോ ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? പ്രത്യേകിച്ചും ഈ ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ഡോക്ടർമാർ അവർ തന്നെ ഇങ്ങനെ പെരുമാറിയാൽ ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുമോ? അധ്യാപകർക്ക് പഠിപ്പിക്കാൻ കഴിയുമോ? ചുമ്മാതല്ല കേരളം വിട്ട് വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്.